ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രഭാതം നമ്മുടെ മഹാരാഷ്ട്രയുടെ ഇറ്റാലിയൻ സിറ്റിയായ നമ്മുടെ സ്വന്തം ലവാസയിൽ. അധികം വ്ളോഗുകളിലൂടെ ഒന്നും ഫേമസ് ആകാത്ത ഒരു സിറ്റിയാണ് ലവാസ. എങ്കിലും ലവാസയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പൂനെയിൽ നിന്നും 60 കിലോമീറ്റർ മാറി നമ്മളെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മുൾഷി വേലിയിലായിട്ടാണ് ലവാസ സ്ഥിതി ചെയ്യുന്നത്. ലവാസയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റി മുഴുവൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലാണ്. എന്നാൽ ഈ സിറ്റി വിചാരിച്ച പോലെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്കിവിടുത്തെ ഒരു ബിൽഡിങ്ങിലെ ഒരു സ്റ്റേ നോക്കിയാലോ. നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ ബിൽഡിംഗ് നമ്പറാണ് 98. ഒരു 3 BHK വില്ലയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസായ നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് സ്റ്റേ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മളെ അഗോഡ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ എല്ലാം ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഒരുപാട് റിസോർട്ടുകളും എല്ലാം ഉണ്ട് ലവാസയിൽ. ലവാസയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2000 ഇവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം 80% വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം 2010 ഇവിടെ എൻവയോൺമെൻറ്റൽ വയലേഷൻസ് മൂലം കേസ് ഫയലാവുകയും അതിനാൽ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കേണ്ടി വരികയുമാണ് സംഭവിച്ചത്. അതിനുശേഷമാണ് 2014 നമ്മുടെ വളരെ ഫേമസായ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലവാസയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ മടിവാളയിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സെയിം ബ്രാഞ്ചാണ് നമ്മുടെ ലവാസയിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ സെയിം ഫെസിലിറ്റീസ് എല്ലാം ഇവരിവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ഫെസിലിറ്റീസ് സ്പോർട്സിനായാലും ആർട്സിനായാലും എല്ലാ തരത്തിലും ആ ഒരു ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ലവാസയുടെ ഒരു മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും, അതിൽ തന്നെ ഒരുപാട് മലയാളീസും ഉണ്ട്. ഫാക്കൽറ്റീസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഒരുപാട് മലയാളീസ് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് കേരളത്തിൽ നിന്ന്. നിങ്ങളീ കാണുന്നതാണ് നമ്മുടെ ലവാസ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഒരു കേരള റെസ്റ്റോറൻറ്റും ഉണ്ട്, അന്ന കേരള കഫേ. ഇവരുടെ തന്നെ ഒരു ദോശ ഷോപ്പും ഉണ്ട്, അന്ന ദോശ. അത് നമ്മുടെ ലേക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ പോകുന്നവർക്കെല്ലാം ഇവിടെ ഫുഡെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ലവാസയുടെ മെയിൻ അട്രാക്ഷൻ ഈ കാണുന്ന ലവാസ ഡാമും അവിടെ മേഡായി ഉണ്ടാക്കിയ ഒരു ലേക്കുമാണ്. വളരെ വലിയൊരു ലേക്കാണ്. അതും ലവാസ മാത്രമല്ല, ലവാസയുടെ ഒപ്പം തന്നെ പ്ലാൻ ചെയ്ത 5 സിറ്റികളുണ്ടായിരുന്നു. ഈ 5 സിറ്റിയിൽ ലവാസ സിറ്റി മാത്രമാണ് ഒരു 80% വർക്ക് കംപ്ലീറ്റ് ആയത്. അപ്പോൾ അത്രയും വ്യാപിച്ചു കിടക്കുന്ന ഒരു ലേക്കാണ് ലവാസ ലേക്ക്. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല. ആകെയുള്ളത് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സാണ്. നിങ്ങൾ മൺസൂണിൽ ഇവിടെ വരികയാണെങ്കിൽ നല്ല അതിമനോഹരമായ കാഴ്ചകളും പിന്നെ നല്ല ബോട്ടിങ്ങും എല്ലാം എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്നൊരു ലവാസയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഫേമസ് വാട്ടർഫോളായ ലിംഗ്യാഘട്ട് വാട്ടർഫോൾ. അവിടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ സമ്മർ സീസൺ ആയതിനാൽ അവിടെ വെള്ളമുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ഞങ്ങൾ രാത്രി റിവർ സൈഡിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും തിരിക്കുകയാണ്. അപ്പോൾ പ്രൈവറ്റ് വെഹിക്കിൾ വരുന്നവരിൽ നിന്നും ലവാസ എൻട്രിയിൽ നിന്നും ബൈക്കിന് 200 രൂപയും കാറിന് 500 രൂപയും ഈടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ലവാസ എല്ലാം ഈ മൺസൂണിൽ മിസ് ചെയ്യാതെ എക്സ്പ്ലോർ ചെയ്ത് അഭിപ്രായം അറിയിക്കുക.